ഓൾ, ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ലീഡിംഗ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ ആയ NHP-ലാണ്, അതായത് നാച്ചുറൽ ഹെയർ പ്ലാന്റ്സ്. ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലരുടെയും ലൈഫ് മാറ്റിമറിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ ആണ് NHP. കഷന്റെയും മുടികൊഴിച്ചിലായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഒരു ലൈഫ് സേവർ ആണ് നമ്മുടെ NHP. സോ NHP-ന്റെ ക്ലയൻസിൽ ഒരാൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് അറിയാം. ഹലോ സർ. നമസ്കാരം, ഞാൻ അഖിൽ. എൻ്റെ നാട് ഇരട്ടി കീഴ്പ്പിളി അത്തിക്കലാണ്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ 1.5 വർഷത്തെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഫസ്റ്റ് സിറ്റിംഗ് ആണ് കഴിഞ്ഞത്. ഫസ്റ്റ് സിറ്റിംഗ് ആണ്. ഇനി സെക്കൻഡ് സിറ്റിംഗ് ബാക്കിയുണ്ട്. ഓക്കെ, അതിനുവേണ്ടിയാണ് വന്നത്. ഓക്കെ സർ, എങ്ങനെയാണ് NHP-ലേക്ക് എത്തിയത്? എൻ്റെ പാപ്പൻ NHP വെച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല റിസൾട്ടും എനിക്ക് ചെയ്യാനൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് NHP-ആയിട്ട് കോൺടാക്ട് ചെയ്തത്. എങ്ങനെയുണ്ട് സാറിൻ്റെ NHP-യുടെ കൂടെയുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ റിസൾട്ടാണ് ഈ കാണുന്നത്, 1.5 വർഷത്തെ റിസൾട്ടാണ് ഈ കാണുന്നത്. പിന്നെ NHP-യിലെ ഡോക്ടേഴ്സ് ആയാലും ബാക്കി സ്റ്റാഫ്സ് ആയാലും നല്ല കംഫർട്ടബിളായിരുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊസീജിയറിൽ സാറിന് എന്തെങ്കിലും പെയിനോ ഡിസ്കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നായിരുന്നോ? പറയത്തക്ക വിധത്തിൽ അത്ര വലിയ പെയിനൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ. ചെറിയ ഉറുമ്പ് കടിക്കുന്ന പോലത്തെ ഒരു വേദനയില്ലേ. പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ സെല്ലിങ്, ഒരു ദിവസം സെല്ലിങ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ അന്നത്തേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഒരു ഫസ്റ്റ് സെഷന് ശേഷമുള്ള റിക്കവറി അത് സാറിന് ഈസി ആയിരുന്നു? അത് എത്രത്തോളം സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങളൊക്കെ? ഈ റിക്കവറി സ്റ്റേജ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആദ്യത്തെ ഒരാഴ്ച നല്ലപോലെ ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതി. ബാക്കി നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. ബാക്കി ആഫ്റ്റർ കെയർ വലിയ ഹെവി ആയിട്ടുള്ള റെസ്റ്റോ കാര്യങ്ങളൊക്കെ ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ 7 ദിവസം കുറച്ച് കെയർ എന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഏർലി ചേഞ്ചസോ ഇംപ്രൂവ്മെന്റ്സോ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ആദ്യത്തെ ഒരു 3-4 മാസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ ഇപ്പോൾ ഞാനത് കഷ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി ആൾക്കാരും വിശ്വസിക്കുന്നില്ല. അത് അത്രയും നല്ല റിസൾട്ടായിരുന്നു. അത്രയും നാച്ചുറൽ ലുക്കിംഗ്, നാച്ചുറൽ, ശരിക്കും ഒറിജിനൽ മുടിയിൽ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് സിറ്റിംഗ് ആണ് ബാക്കിയുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു സെക്കൻഡ് സിറ്റിംഗിന് സാറിന് എത്രത്തോളം കോൺഫിഡൻസ് ആണ്? എൻ്റെ 10 ദിവസത്തെ ലീവിനിടയിൽ ഞാൻ ഈ സെക്കൻഡ് സിറ്റിംഗിന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായും 100% കോൺഫിഡൻസോടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. സാർ, അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് സിറ്റിംഗിന് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായും എനിക്ക് യാതൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് സർജറിക്ക് ശേഷം ഒരു 10 ദിവസം ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊഹിക്കാമോ, ഒരു കുഴപ്പമില്ലായിരുന്നു. അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. കംഫർട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ സേഫ് ആണോ അതോ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആണോ? സാറിന് എന്താണ് തോന്നുന്നത്? ഡേഞ്ചറസ് പ്രൊസീജിയർ ഒന്നുമല്ല, ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു കോസ്മെറ്റിക് സർജറി. ഇതിൽ നമ്മൾ 100% നമ്മുടെ കെയർനെസ്, അതാണ് നമ്മൾ കൂടുതൽ കെയർ ചെയ്യുക. അത് മാത്രം നമ്മൾ ചെയ്യാനുള്ളത്. കെയർ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഡേഞ്ചറസ് ആയിട്ട് ഒന്നുമില്ല. നല്ല കെയർ. ഇതിന് ഒരുപാട് മെഡിക്കൽ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ, ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അത് ചെക്ക് നമ്മൾ നോർമൽ ആണെങ്കിൽ ഓക്കെ, നമുക്ക് തീർച്ചയായും നമുക്ക് സർജറിക്ക് വിധേയമാവുന്നു. നമ്മൾ ഹെൽത്ത് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? വേറെ ഒരു ഡേഞ്ചർ ആയിട്ട് അങ്ങനെ പറയാനൊന്നും, ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ലൊരു ദർശനമായിട്ടാണ് എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. കാരണം കഷണ്ടി കാരണം അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഒരു പരിപാടികളിൽ അറ്റൻഡ് പോയിട്ട് അല്ലാതെ തന്നെ മാനസികമായിട്ട് തന്നെ വളരെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയി. ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടി അല്ലേ? നല്ലൊരു മാറ്റമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഒരു നല്ല മാറ്റം, നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് തോന്നുന്നു ചെയ്യുന്നുണ്ടല്ലേ? എൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടായതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയി. അപ്പോൾ ഈ ഒരു ജേർണി സാറിന് എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ ആയിട്ട് പറയാം? തീർച്ചയായും. NHP-യുടെ ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ജേർണിയിലൂടെ ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.